നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുസ്തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന. ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുഗം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ. സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അയോധ്യാകാന്ഡം അഷ്ടാദശ സർഗം, 18-ാം സർഗമാണ്. ശ്രീരാമസ്വാമി പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ കൈകേയി രാമചന്ദ്രപ്രഭുവിനെ തൻ്റെ വരദ്വയങ്ങളുടെ കാര്യം അറിയിക്കുന്നു. കൈകേയ്യ രാമവനവാസ നിവേദനം. കൈകേയി ശ്രീരാമനോട് വനവാസത്തെപ്പറ്റി പറയുന്നത് 18-ാം സർഗം. സദദർശാസനേ രാമോ നിഷണ്ണം പിതരം ശുഭേ. കൈകേയീ സഹിതം ദീനം മുഖേന പരിശുഷ്യത. സപിതുശ്ചരണൗ പൂർവമഭിവാദ്യ വിനീതവത്. തതോ വന്ദേ ചരണൗ കൈകേയ്യാ സുസമാഹിത. രാമേത്യുവാച വചനം ബാഷ്പവര്യാകുലേക്ഷണ. ശശാക നൃപതിർദീനോ നേക്ഷിതും നാഭിഭാഷിതും. തദപൂർവം നരപദേ ദൃഷ്ട്വാ രൂപം ഭയാവഹം. രാമോ അഭിഭയമാപന്ന പദാസ്പൃഷ്ട്വേവ പന്നഗം. ഇന്ദ്രിയൈരപ്രഹർഷ്ടൈസ്തം ശോകസന്താപകർഷിതം. നിശ്വസന്തം മഹാരാജം വ്യഥിതാകുലചേതസം. ഊർമിമാലിനമക്ഷോഭ്യം ക്ഷുഭ്യന്തമിവ സാഗരം. ഉപപ്ലുതമിവാദിത്യമുക്താനൃതമർഷിം യഥാ. അചിന്ത്യകൽപ്പം ഹി പിതുസ്തം ശോകമുപധാരയൻ. ബഭൂവ സംരബ്ധതര സമുദ്രൈവ പർവണി. ആ ശ്രീരാമൻ കൈകേയിയോടൊന്നിച്ചിരിക്കുന്നവനും ശ്രേഷ്ഠമായ ആസനത്തിലിരിക്കുന്നവനും ആയ പിതാവിനെ വാടിയ മുഖമണ്ഡലത്തോടെ എന്തോ മനസ്സിൽ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നവനായി കണ്ടറിഞ്ഞു. സത്കുലജാതന്മാർക്കേറ്റ ആചാരത്തോടു കൂടിയവനായ അദ്ദേഹം അല്പവും മനഃശാഞ്ചല്യം കൂടാതെ മുമ്പിൽ പിതാവിൻ്റെ പാദയുഗളത്തെ തൊട്ടു നമസ്കരിച്ച് അഭിവാദ്യം ചെയ്ത് അതിൽ പിന്നെ കൈകേയി ദേവിയുടെ തിരുവടികളെ തലകുനിച്ച് നമസ്കരിച്ചു. മഹാരാജാവ് അത്യന്ത ദുഃഖിതനായി കണ്ണീരോലുന്ന നേത്രങ്ങളാർന്നവനായി രാമ എന്ന ഒരു വാക്ക് മാത്രം ഉച്ചരിച്ചു. കൺതുറന്നു നോക്കുവാൻ പോലും ശക്തനായില്ല. വായ തുറന്ന് സംസാരിപ്പാനും ശക്തനായില്ല. ശ്രീരാമൻ മഹാരാജാവിൻ്റെ സ്വരൂപത്തെ തളർന്നു കുഴങ്ങിയവയായ ഇന്ദ്രിയങ്ങൾ മൂലം അസഹ്യമായ ശോകത്താൽ പീഡിപ്പിക്കപ്പെട്ടതായും അതിനെ ഒരിക്കലും ഇപ്രകാരം ഇല്ലാത്ത മാതിരി മനസ്സിനു ഭയത്തെ ഉണ്ടാക്കുന്നതായും ആ മഹാരാജാവിനെയും ദുഃഖിച്ചുഴലുന്ന മനതാരോടു കൂടിയവനായും ദീർഘമായി നിശ്വസിക്കുന്നവനായും തിരമാലകളോട് കൂടിയതും കലക്കപ്പെടുവാൻ കഴിയാത്തതും കലങ്ങിയതും ആയ ആഴിയെപ്പോലെയും രാഹുഗ്രസ്തനായ രവിയെപ്പോലെയും കളവോതിയ ഋഷിയെപ്പോലെയും ഇരിക്കുന്നവനായും കണ്ട് സർപ്പത്തെ കാൽകൊണ്ട് ചവിട്ടിയാൽ എന്ന പോലെ ചഞ്ചലം പൂണ്ടു. പിതാവിൻ്റെ ആ ശോകത്തിന് കാരണമെന്തെന്നറിയാത്തതിനാൽ എന്തുതന്നെയായിരിക്കാമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നവനായി പർവ്വകാലത്തിൽ സമുദ്രം എപ്രകാരമോ അപ്രകാരം മനസ്സ് കലങ്ങിയവനായി ഭവിച്ചു. ചിന്തയാമാസ ച തതോ രാമ പിതൃഹിതേരഥ. കിം സിതദ്വൈവ നൃപതിർന്നമാം പ്രത്യഭിനന്ദതി. അന്യഥാ മാം പിതാ ദൃഷ്ട്വാ കുപിതോവപി പ്രസീദതി. തസ്യ മാമദ്യ സംപ്രേക്ഷ്യ കിമായാസ പ്രവർത്തതേ. സദീന ഇവ ശോകാർത്തോ വിഷണ്ണവദനദ്യുതി. കൈകേയീമഭിവാദ്യൈവ രാമോ വചനമബ്രവീത്.
കച്ചിന്മയാനാപരാധമജ്ഞാനാദ്യേന മേ പിതാ കുപിതസ്തന്മമാദക്ഷ ത്വം ചൈവൈനം പ്രസാദയ. അപ്രസന്നമനാ കിം നു സദാ മാം പ്രതിവത്സല വിഷണ്ണവദനോ ദീനോ നഹി മാമഭിഭാഷതേ ശാരീരോ മാനസോ വാപി കച്ചിദേനം ന ബാധതേ സന്താപോ വാഭിതാപോ വാ ദുർലഭം ഹി സദാ സുഖം കച്ചിന്ന കിഞ്ചിത് ഭരതേ കുമാരേ പ്രിയദർശനേ ശത്രുഘ്നേ വാ മഹാസത്വേ മാതൃണാം വാ മമാശുഭം അതോഷയൻ മഹാരാജമകുർവൻ വാ പിതുർവജ മുഹൂർത്തമഭിനേച്ഛേയം ജീവിതും കുപിതേ നൃപേ. പിതാവിൻ്റെ ഹിതം പോലെ നടക്കുന്നതിൽ വ്രതം പൂണ്ടവനായ ശ്രീരാമൻ അക്കാരണത്താൽ എന്താണോ ഇന്നു മാത്രം മഹാരാജാവ് എന്നെക്കുറിച്ച് സന്തോഷിക്കാതിരിക്കുന്നത്? പിതാവ് ഇതിനു മുമ്പെല്ലാം കോപിച്ചിരുന്നാലും കൂടി എന്നെ കണ്ട കോപത്തെ മറന്നു കളയുമല്ലോ. ഇന്നെന്നെ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ മനോവേദന എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നിങ്ങനെ തന്നെത്താൻ ചിന്തിച്ചു. ആ ശ്രീരാമൻ ദീനൻ എന്ന പോലെ ദുഃഖം മൂലം ഉത്സാഹഹീനനായി തിരുമുഖകാന്തി മങ്ങിയവനായി കൈകേയി ദേവിയെ മാത്രം നോക്കി ഇപ്രകാരം അരുളി ചെയ്തു. എന്തു കാരണം കൊണ്ടാണ് എൻ്റെ അച്ഛൻ തിരുമേനി ദേഷ്യപ്പെട്ടിരിക്കുന്നത്? അതിനെ എന്നോട് അരുളി ചെയ്താലും. എന്നാൽ അറിയാതെയും കൂടി യാതൊരു അപരാധവും ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. എന്തായിരുന്നാലും നിന്തിരുവടി ഇദ്ദേഹത്തെ സമാധാനപ്പെടുത്തി പ്രസാദിപ്പിച്ചാലും. എല്ലായ്പ്പോഴും എങ്കിൽ വാത്സല്യത്തോടു കൂടിയ ഇദ്ദേഹം അതിദുഃഖിതനായി മുഖം വാടിയവനായി അതൃപ്തി പൂണ്ട മനസ്സോടു കൂടിയവനായി എന്നെ നേരെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും അരുളി ചെയ്യാതിരിക്കുന്നത്? ദേഹസംബന്ധമായ പീഡയാകട്ടെ മാനസികമായ ദുഃഖം തന്നെയാകട്ടെ പ്രാകൃത ജനങ്ങൾക്ക് കിട്ടാത്തതായ നിത്യാനന്ദയുക്തനായി ഇദ്ദേഹത്തെ മാത്രം ബാധിക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എപ്പോഴും പ്രിയം തന്നെ ചെയ്യുന്നവനായ കുമാരനായ ഭരതൻ്റെ സംഗതിയിലാകട്ടെ സദാചാരയുക്തനായ ശത്രുഘ്നൻ്റെ സംഗതിയിലാകട്ടെ എൻ്റെ മാതാക്കൾക്കാകട്ടെ യാതൊരു സുഖക്കേടും ഇല്ലെന്ന് ഞാൻ കരുതുന്നു. മഹാരാജാവ് കലുഷത പൂണ്ടിരിക്കുമ്പോൾ പിതാവിൻ്റെ ആജ്ഞ എന്തായിരുന്നാലും അതിനെ ചെയ്തു തീർക്കാത്തവനായി മഹാരാജാവിന് സന്തുഷ്ടി ഉളവാക്കാതിരിക്കുന്നവനായി ഒരു ക്ഷണനേരമെങ്കിലും ജീവനോടിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയില്ല. യതോ മൂലം നര പശ്യേത് പ്രാദുർഭാവമിഹാത്മന കഥം തസ്മിന്നവർത്തേത പ്രത്യക്ഷേ സതി ദൈവതേ കച്ചിത്തേ പരുഷം കിഞ്ചിദഭിമാനാത് പിതാ മമ ഉക്തോ ഭവത്യാ കോപേന യത്രാസ്യ ലുളിതം മനാ ഏതദാ ചക്ഷ്വമേ ദേവി തത്വേന പരിപൃച്ഛത കിം നിമിത്തമപൂർവോ അയം വികാരോ മനുജാധിപേ ഏവമുക്താദു കൈകേയീ രാഘവേണ മഹാത്മനാ ഉവാചേദം സുനിർലജ്ജാ ദൃഷ്ടമാത്മഹിതം വചാ ന രാജാ കുപിതോ രാമ വ്യസനം നാസ്യ കിഞ്ചന കിഞ്ചിന്മനോഗതം ത്വസ്യ ത്വത്ഭയാന്നാഭിഭാഷതേ പ്രിയം ത്വാമപ്രിയം വക്തും വാണീ നാസ്യോപവർത്തതേ തദവശ്യം ത്വയാ കാര്യം യദനേനാശ്രുതം മമ ഹേഷമഹ്യം വരം ദത്വാ പുരാ മാമഭിപൂജ്യ ച സ പശ്ചാത്തപ്യതേ രാജാ യഥാന്യ പ്രാകൃതസ്തഥാ. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ജനനത്തിന് കാരണഭൂതനായ യാതൊരുവനെ സൂക്ഷ്മമായി അറിയണമോ അപ്രകാരമുള്ള പ്രത്യക്ഷ ദൈവമായ അദ്ദേഹത്തിൻ്റെ സംഗതിയിൽ എങ്ങനെ അനുസരിക്കാതിരിക്കും? ഇദ്ദേഹത്തിൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നതിന് കാരണമെന്ത്? എൻ്റെ പിതാവ് നിന്തിരുവടിയുടെ സ്നേഹത്താലോ കോപത്താലോ നിന്തിരുവടിയാൽ വല്ലതും പരുഷമായി വരെ ചെയ്യപ്പെട്ടുവോ? മാതാവേ, മഹാരാജാവിൻ്റെ സംഗതിയിൽ ഇപ്രകാരമുള്ള മനോവേദന ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തതാണല്ലോ. ഇതെന്ത് കാരണത്താലാണ്? സംഗതി അറിവാൻ ചോദിക്കുന്നവനായി എന്നോട് സൂക്ഷ്മമായി അരുളി ചെയ്താലും. മേൽപ്രകാരം ഇതിനെപ്പറ്റി മഹാത്മാവായ ശ്രീരാമനാൽ ചോദിക്കപ്പെട്ടവളായ കൈകേയി രാജ്ഞി ചെയ്യത്തക്കതല്ലാത്തത് ചെയ്യുന്നതിനാൽ ലോകനിന്ദയ്ക്ക് പാത്രമാകുമല്ലോ എന്നുള്ള ലജ്ജ ചെറ്റുമില്ലാത്തവളായി അതികഠിനമായതും തൻ്റെ ആഗ്രഹത്തെ നല്ലപോലെ വെളിപ്പെടുത്തുന്നതുമായ ഈ വാക്യത്തെ വര ചെയ്തു. ശ്രീരാമ, മഹാരാജാവ് കോപിച്ചിട്ടുമില്ല. ഇദ്ദേഹത്തിന് യാതൊരു ഭാഗ്യക്കുറവും ഒട്ടുമില്ല. ഒരു സംഗതി ഇദ്ദേഹത്തിൻ്റെ അന്തരത്തിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. നിനക്ക് ആപത്താകുമോ എന്ന കാരണത്താൽ അരുളി ചെയ്യാൻ കഴിയാത്തവനായിരിക്കുകയാണ്.
പുത്രവാത്സല്യത്തിന് പാത്രീഭവിച്ചിരിക്കുന്നവനായ നിന്നോട് സ്നേഹമില്ലാത്ത വാക്കിനെ അരുളി ചെയ്യുവാൻ ഇദ്ദേഹത്തിന് വായ തുറന്ന് പറയുന്നതിനുള്ള ശക്തി ഇല്ലാതിരിക്കുന്നു. എനിക്കായി യാതൊന്ന് ഇദ്ദേഹത്താൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടുവോ അത് നീ ഒരുവനാൽ തന്നെ പൂർത്തിയാകേണ്ടതാണ്. ഇദ്ദേഹം മുമ്പൊരിക്കൽ എന്നെ പ്രശംസിച്ച് എന്നോട് ഒരു വാഗ്ദത്തം ചെയ്തരുളിയ ശേഷം അതേ ഈ രാജാവ് അജ്ഞനായ ഏതോ ഒരു സാധാരണ മനുഷ്യനെന്ന പോലെ പശ്ചാത്തപിക്കുന്നു. പ്രതിശ്രുത്യ ദദാമീതി വരം മമ വിശാംപതി സനിരർത്ഥം ഗതജലേ സേതും ബന്ധിതുമിച്ഛതി ധർമ്മമൂലമിദം രാമ വിദിതം ച സദാമപി തൽസത്യം ന ത്യജേദ്രാജാ കുവിതസ്തത്കൃതേ യഥാ യദി തദ്വക്ഷ്യതേ രാജാ ശുഭം വാ യദി വാ ശുഭം കരിഷ്യസി തത സർവമാഖ്യാസ്യാമി പുനസ്ത്വഹം യദി ത്വഭിഹിതം രാജ്ഞാ ത്വയി തന്ന വിവത്സ്യതേ തതോ അഹമഭിധാസ്യാമി ന ഹ്യേഷ ത്വയി വക്ഷ്യതി. ഏതത്തു വചനം ശ്രുത്വാ കൈകേയ്യാ സമുദാഹൃതം ഉവാച വ്യഥിതോ രാമസ്താം ദേവീ നൃപസന്നിധൗ അഹോ ധിങ്നാർഹസേ ദേവി വക്തും മാമീദൃശം വച അഹം ഹി വചനാദ്രാജ്ഞ പദേയമവിപാവകേ ഭക്ഷയേയം വിഷം തീഷ്ണം മജ്ജേയമഭിചാർണവേ. മഹാരാജാവ് എന്നോട് ആഗ്രഹത്തെ ആവശ്യപ്പെടുന്ന സമയം ഞാൻ സാധിപ്പിക്കാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ട് അദ്ദേഹം പുത്രവാത്സല്യമാകുന്ന ജളത്വത്തിൽ അകപ്പെട്ട കാരണം ധർമ്മനിബന്ധനയെ ബലഹീനമാക്കി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. ശ്രീരാമ, ഇത് പണ്ടേ തന്നെ വാഗ്ദത്തം ചെയ്യപ്പെട്ടതെന്ന് അറിയപ്പെട്ടത്. പറഞ്ഞ വാക്കിളക്കാതിരിക്കുക എന്നത് തന്നെയാണ് സത്തുക്കൾക്ക് മോക്ഷത്തിനുള്ള അസ്ഥിവാരം. ആയതുകൊണ്ട് കുപിതനായിരിക്കുന്ന മഹാരാജാവ് നിനക്ക് നന്മ ചെയ്യണമെന്നുള്ള കാരണം കൊണ്ടുകൂടി അതിനെ ലംഘിക്കരുത്. അറിവുള്ളതാണല്ലോ, സജ്ജനങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. മഹാരാജാവ് അതിനെ വീണ്ടും ഉള്ളിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനൊത്ത പോലെയുള്ളതായാലും മനസ്സിന് രുചിക്കാത്തത് ആയിരുന്നതായാലും നീ ഇപ്പോൾ തന്നെ ചെയ്യുമെങ്കിൽ എല്ലാറ്റിനെയും പിന്നെ ഞാൻ തന്നെ പറയുന്നുണ്ട്. നിന്നോട് ഇദ്ദേഹം അരുളി ചെയ്യുകയില്ല. ആയതുകൊണ്ട് ഞാൻ തന്നെ മഹാരാജാവിനാൽ നേരിട്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആയതിനെ അത് നിന്റെ സംഗതിയിൽ നിഷ്പ്രയോജനമായി തീരുകയില്ലെന്ന് വരികിൽ പറഞ്ഞു തരാം. മഹാരാജാവിൻ്റെ തിരുമുമ്പിൽ വച്ച് കൈകേയി രാജ്ഞിയാൽ ഉര ചെയ്യപ്പെട്ടതായ ഈ വാക്ക് കേട്ട് ശ്രീരാമൻ സന്താപം പൂണ്ടവനായി ആ മാതാവിനെ നോക്കി ഈ സംഗതിയിൽ ഇപ്രകാരം അരുളി ചെയ്തു. മഹാരാജാവിൻ്റെ ആജ്ഞയെന്ന് വച്ചാൽ ഞാൻ തീയിലും കൂടി പതിക്കാം, കൊടിയ വിഷവും കൂടി വിഴുങ്ങാം, സമുദ്രത്തിലും ആണ്ടുകളയാം. ആകയാൽ മാതാവേ, എന്നെ നോക്കി ഇപ്രകാരമുള്ള വാക്കിനെ ഉര ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്രകാരം ശങ്കിക്കാമോ? എനിക്ക് അപമാനകരമല്ലയോ? നിയുക്തോ ഗുരുണാ പിത്രാ നൃപേണ ച ഹിതേന ച തദ്ബ്രൂഹി വചനം ദേവി രാജ്ഞോ യദഭികാംക്ഷിതം കരിഷ്യേ പ്രതിജാനേ ച രാമോ ദുർനാഭിഭാഷതേ തമാർജവസമായുക്തമനാര്യാ സത്യവാദിനം ഉവാച രാമം കൈകേയീ വചനം ഹൃസദാരുണം പുരാ ദേവാസുരേ യുദ്ധേ പിത്രാ തേ മമ രാഘവ രക്ഷിതേന വരൗ ദത്തൗ സശല്യേന മഹാരണേ തത്ര മേ യാജിതോ രാജാ ഭരതസ്യാഭിഷേചനം ഗമനം ദണ്ഡകാരണ്യേ തവ ജാത്യൈവ രാഘവ യദി സത്യപ്രതിജ്ഞം ത്വം പിതരം കർത്തുമിച്ഛസി ആത്മാനം ച നരശ്രേഷ്ഠ മമ വാക്യമിദം ശൃണു സന്നിദേശേ പിതുസ്തിഷ്ഠ യഥാ തേന പ്രതിശ്രുതം ത്വയാരണ്യം പ്രവേഷ്ടവ്യം നവവർഷാണി പഞ്ചച. നിത്യമായ ക്ഷേമത്തെ തന്നെ ഇച്ഛിക്കുന്നവനായി അജ്ഞാനത്തെ നീക്കി ബ്രഹ്മോപദേശം ചെയ്തരുളിയവനായ പിതാവായ ചക്രവർത്തിയാൽ ആജ്ഞാപിക്കപ്പെടേണ്ടവനായ അടിമയാകുന്നു ഞാൻ. രാമൻ ഒരിക്കൽ ഒന്ന് പിന്നെ മാറിയൊന്ന് എന്നുള്ളത് ഒരിക്കലും പറയില്ല മാതാവേ. മഹാരാജാവിൻ്റെ തിരുവുള്ളത്തിലുള്ള ആജ്ഞ യാതൊന്നോ അതിനെ അരുളി ചെയ്താലും ഞാൻ ചെയ്യുന്നുണ്ട്, ശപഥവും ചെയ്യുന്നു. ധർമാനുഷ്ഠാനം ഒന്നിൽ തന്നെ നിരന്തരമായ ആസക്തിയോട് കൂടിയവനും മനസ്സിലുള്ളതിനെ തന്നെ പ്രത്യക്ഷമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രകടിപ്പിക്കുന്നവനുമായ ആ ശ്രീരാമനോടായി ലോകമര്യാദയെ ലംഘിച്ച് നടക്കുന്നവളായി കാണപ്പെട്ടവളായ കൈകേയി അതികഠിനമായ വാക്യത്തെ ഇപ്രകാരം ഒരു ചെയ്തു.
ശ്രീരാമ, പണ്ടൊരിക്കൽ ദേവന്മാർക്കും അസുരന്മാർക്കും തമ്മിൽ നടന്നതായ യുദ്ധത്തിൽ ബാണങ്ങളേറ്റ് വിവശനായി എന്നാൽ ഉപചരിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ടവനായ നിന്റെ പിതാവിനാൽ എനിക്ക് ആ വൻ പോർക്കളത്തിൽ വച്ച് 2 വരങ്ങൾ നൽകപ്പെട്ടു. ശ്രീരാമ, അതിനെപ്പറ്റി തൽക്കാലം മാത്രം നിനക്ക് ദണ്ഡകാരണ്യത്തിൽ വാസവും എൻ്റെ ഭരതന് പട്ടാഭിഷേകവും രാജാവ് പ്രാർത്ഥിക്കപ്പെട്ടു. പുരുഷോത്തമനായ നീ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിതാവിനെ സത്യസന്ധനാക്കി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ വാക്കിനെ അനുസരിക്കുക. പിതാവിൻ്റെ ആജ്ഞയിൽ ശ്രദ്ധയോടുകൂടി വർത്തിക്കുക. അദ്ദേഹത്താൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്നുള്ള കാരണത്താൽ നിന്നാൽ 9 5 സംവത്സരങ്ങൾ കാട് തൂകപ്പെടേണ്ടതാകുന്നു. ഭരതശ്ചാഭിഷിച്യേത യഥേതദഭിഷേചനം ത്വദർത്ഥേ വിഹിതം രാജ്ഞാ തേന സർവേണ രാഘവ. സപ്ത ച വർഷാണി ദണ്ഡകാരണ്യമാശ്രിത അഭിഷേകമിമം ത്യക്ത്വാ ജടാജിനധരോ വസ. ഭരത കോസലപുരേ പ്രശാസ്തു വസുധാമിമാം നാനാരത്നസമാകീർണാം സവാജിരഥകുഞ്ജരാം. ഏതേന ത്വാം നരേന്ദ്രോയം കാരുണ്യേന സമാപ്ലുത ശോകസംക്ലിഷ്ടവദനോ ന ശക്നോതി നിരീക്ഷിതും. ഏതത് കുരു നരേന്ദ്രസ്യ വചനം രഘുനന്ദന സത്യേന മഹദാരാമ താരയസ്വ നരേശ്വരം. ഇതീവ തസ്യാം പരുഷം വദന്ത്യാം ന ചൈവ രാമ പ്രവിവേശശോകം. പ്രവിവ്യഥേ ചാപി മഹാനുഭാവോ രാജാസപുത്രവ്യസനാഭിതപ്ത. ശ്രീരാമ, ഇപ്പറഞ്ഞ എല്ലാ കാരണത്താലും മഹാരാജാവിനാൽ നിനക്കായി നിയമിക്കപ്പെട്ടതായ യുവരാജ്യ പട്ടാഭിഷേകം എന്നുള്ള യാതൊരു ഇതുതന്നെ ഭരതൻ നിനക്ക് പകരം അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഈ അഭിഷേകത്തെ വേണ്ടെന്ന് വച്ച് ജടയും മാൻതോലും ധരിച്ചവനായി 7 സംവത്സരങ്ങൾ ദണ്ഡകാരണ്യത്തിൽ വാസം ചെയ്യുന്നവനായി കാലം കഴിക്കുക. അയോധ്യാപുരിയിൽ ഭരതൻ സർവ്വവസ്തുക്കളിലും ഉത്തമങ്ങളായുള്ളവയാൽ നിറയപ്പെട്ടതും രസഗജ ത്വരകയുക്തവും ആയ ഈ ഭൂമിയെ ആണ്ടുവരട്ടെ. ഈ മഹാരാജാവ് ഈ വരദ്വയപ്രദാനം മൂലം കനിപോലുന്നവനായി ശോകം മൂലം മുഖം മങ്ങിയവനായി നിന്നെ നോക്കുവാൻ കൂടി സാധിക്കാതിരിക്കുകയാണ്. രഘുതിലകനായ ശ്രീരാമ, മഹാരാജാവിൻ്റെ ഈ ആജ്ഞപ്രകാരം ചെയ്യുക. മഹത്തായ ധർമാനുഷ്ഠാനത്താൽ മഹാരാജാവിനെ കഷ്ടത്തിൽ നിന്നും കരയേറ്റുക. ഇപ്രകാരം അവൾ ദൃഢമായി പറഞ്ഞപ്പോൾ സച്ചിദാനന്ദ സ്വരൂപിയായ ശ്രീരാമൻ ഒട്ടും മനഃചാഞ്ചല്യത്തെ കൈക്കൊള്ളാതിരുന്നു. എന്നാൽ ആ മഹാരാജാവ് മാത്രം പുത്രവാത്സല്യ ദുഃഖത്താൽ പീഡിക്കപ്പെട്ടവനായി മുമ്പേതിലും അധികമായി വ്യാകുലപ്പെട്ടു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ 18 സർഗം 18 സർഗം സമാപ്തം. നമസ്തേ.